സ്കൂൾ അധ്യയന വർഷം അവസാനിക്കാൻ ആഴ്ചകൾ മാത്രം അവശേഷിക്കെ വിദ്യാർത്ഥികൾക്കായുള്ള യൂണിഫോം അലവൻസ് ഇനിയും എത്തിയില്ല. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി യൂണിഫോം അലവൻസ് നൽകുന്നതിനും തടസ്സമാവുകയാണ്. എയ്ഡഡ് വിദ്യാലയങ്ങളിലെ LP, UP വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് യൂണിഫോം അലവൻസായി 600 രൂപ നൽകുന്നത്. 400 രൂപ 2 ജോഡി തുണി വാങ്ങുന്നതിനും 200 രൂപ തയ്യൽ കൂലി ഇനത്തിലുമാണ് നൽകുന്നത്. ഈ അലവൻസ് തുകയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്നത്. കോവിഡ് കാലത്തിന് ശേഷം സംസ്ഥാനത്ത് ഒരു വിദ്യാലയത്തിലും യൂണിഫോം അലവൻസ് ലഭിച്ചിട്ടില്ല. ഇതോടെ യൂണിഫോം രക്ഷിതാക്കൾ തന്നെ വാങ്ങി നൽകേണ്ട സ്ഥിതിയിലായി. മുൻ വർഷങ്ങളിൽ അലവൻസ് അതാത് ഗവൺമെന്റ് വിദ്യാലയങ്ങളിലെ പ്രഥമ അധ്യാപകർക്ക് കൈമാറിയിരുന്നു. ഈ തുക പിന്നീട് അധ്യാപകർ രക്ഷിതാക്കൾക്ക് നേരിട്ടോ അക്കൗണ്ടിലൂടെയോ നൽകുകയായിരുന്നു പതിവ്. യൂണിഫോമായിട്ട് എയ്ഡഡ് സ്കൂളിലെ കുട്ടികൾക്കാണ് യൂണിഫോം ലഭിക്കാനുള്ളത്. അത് 2022, 23, 23, 24 2 വർഷത്തെ, ഇപ്പോഴത്തെ 23, 24 ഇപ്പോൾ നടപ്പ് വർഷം കഴിഞ്ഞ വർഷത്തെ കിട്ടാണ്. കൂടാതെ 2019, 20 കൂടി ഒരു വർഷത്തെയും കൂടി കിട്ടാനുള്ളത്. ബാക്കി ഇടയിലുള്ളതെല്ലാം കിട്ടിയിട്ടുള്ളതാണ്. ഈ കർഷകത്തൊഴിലാളി, മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ള ഈ പ്രദേശത്തുള്ള ആലപ്പുഴ ജില്ലയിലെ ഈ കുട്ടികൾക്ക് സ്കൂള് തുറന്ന് അവസാനിക്കുന്ന ഈ അക്കാഡമിക വർഷം അവസാനിക്കുന്ന ഈ അവസരത്തിൽ പോലും യൂണിഫോം കിട്ടിയില്ല എന്ന് പറയുന്നത് വളരെ പ്രയാസകരമാണ് കുട്ടികൾക്കെന്നുള്ള കാര്യമാണ്. ഗവൺമെന്റ് വിദ്യാലയങ്ങളിലെ 1 മുതൽ 7 വരെയും എയ്ഡഡ് വിദ്യാലയങ്ങളിൽ 1 മുതൽ 4 വരെയുമുള്ള വിദ്യാർത്ഥികൾക്കും സർക്കാർ കൈത്തറി തുണി നേരിട്ട് സ്കൂളുകളിൽ എത്തിക്കുകയാണ്. എന്നാൽ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ 5 മുതൽ 7 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കാണ് യൂണിഫോം അലവൻസ് ഇനിയും ലഭിക്കാനുള്ളത്. യൂണിഫോം അലവൻസ് എത്രയും വേഗം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന ആവശ്യമാണ് രക്ഷിതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നത്. അമൃത ന്യൂസ്, ആലപ്പുഴ.